വരുന്നവരെ പോരും. ഞാനത് കഴിച്ചിട്ട് അങ്ങനെ വന്നേ. ഇപ്പൊ തന്നെ വന്നേ. ഇത് ഇങ്ങോട്ട് മാറ്റിയിടാം. ഇപ്പൊ ശരിയായില്ലേ? ചേച്ചി കഴിയാറായില്ലേ? അവിടെ വിളിക്കണ്ട കൂടി വെച്ചിട്ട്. പിന്നെ ആ ഫോട്ടോസ് എടുക്കുമ്പോൾ സാരി ഒന്നുകൂടെ ഒന്ന് കുത്തി. ഹലോ കിരൺ. അതെ എൻ്റെ ഈ സാരി ഒന്ന് താഴോട്ട്. ഇവിടെ ഉണ്ട്. ഓക്കെ ശരി. ചേച്ചി ഒന്ന് മാറിക്കേ. അതെ, പുരുഷനങ്കളുടെ വൈഫല്ലേ? അങ്കിളിനെ അറിയോ? ആ പിന്നെ, അങ്കിള് നല്ല സ്മാർട്ട് അല്ലേ? അങ്കിൾ ഇന്നലെ ഫേസ്ബുക്കിൽ ലൈവ് ഒക്കെ വന്നിരുന്നല്ലോ. ആന്റി കണ്ടില്ലേ? ഇല്ല. കാണിക്കാലോ ഞാന്. ദാ നോക്കിക്കേ. ഇനി നമ്മൾ കലവറിലേക്ക് അടക്കുകയാണ്. ഇവിടെ ധാരാളം സ്ത്രീകളുണ്ട്. പക്ഷേ കണ്ടുകിട്ടി കല്യാണ വീട്ടിൽ സുന്ദരക്കുട്ടിയെ കണ്ടുകിട്ടി. സൂസി, എന്റെ പേരെന്താ മനസ്സിലായി? നേരത്തെ മനസ്സിലായി. ഇതാണ് സൂസി. ഇപ്പഴാ ഇത് ആദ്യമൊക്കെ മാറി ഒരു കമ്മായത്. കഴിക്കുന്ന പറ്റിയേട്ടാ. കല്യാണമൊക്കെ അല്ലേടാ, ഒരു രസത്തിന് കല്ലിനടിച്ച് ചതച്ചതാ. ഓക്കെയാണ്, കുഴപ്പമില്ല. വേണ്ടപ്പോ പറഞ്ഞ മതി. എപ്പോഴും സാധനം റെഡിയാണ് കേട്ടോ. ഞാനും റെഡിയാ മോനെ. കുറച്ചുകൂടെ കറക്റ്റാണ്. ചേട്ടാ ദേ അവിടെ ഫോട്ടോ എടുക്കാൻ വിളിക്കുന്നു, വേഗം വന്നേ. ആണോ? എന്റെ പൊന്നോ. അങ്ങനെ മാറിക്കും. വീഡിയോ മോനെ പെട്ടെന്ന് എടുക്കണടാ, അവിടെ ചെന്നിട്ട് കുറച്ച് ജോലിയുള്ള. അടുത്ത ഭാവി ഓട്ടെ മോനെ. ചേച്ചി ഒന്ന് മാറിക്കേ. കുറെ നേരം ഇയാളെന്ത് സ്റ്റെല്ല ബ്യൂട്ടീഷ്യൻ കോഴ്സ് എവിടെ പഠിച്ചേ? എനിക്കൊന്നും ഒരുങ്ങാൻ. ഷൈമോനെ കേറിക്ക്. ചേട്ടാ വാ, എല്ലാരും റെഡിയായി. നീ ഒന്ന് ചുമ്മാരി. ഇന്നലെ ഉണ്ടാക്കിയ പുകില് നീ കണ്ടില്ലല്ലോ. എന്തേലും കാണിക്കട്ടെ. ഇങ്ങനെയുണ്ട് ഒരു രാജ്യസ്നേഹം അല്ലേ? വാട്ടാ മോനെ, വാടാ. ചേട്ടാ വാ, ഇവിടെ നിൽക്കാൻ. അതെ, വേറെ ആരെങ്കിലും വിളിച്ച് നിർത്തിയാൽ മതി. കൊറോണ ഉണ്ടല്ലോ. എന്ത് ചേട്ടാ? എടി അമ്മാരുടെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നല്ലേ? പോന്നല്ലോ. ചേട്ടൻ പോയില്ലേ? അഞ്ചിട്ട് മാമ, ചെറുക്കനും പാർട്ടി എത്തി. അത്യാവശ്യമായിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. സ്വീകരിക്കണമെന്ന് പറഞ്ഞു. എടാ സലി, എല്ലാം റെഡിയല്ലേ? പയ്യെ ഇപ്പൊ ഇറങ്ങും. ഇപ്പൊ ഇറങ്ങുന്ന ചെറുക്കനെ ഇറങ്ങാത്ത ഇവന് ഈ സ്വീകരണം പോലെ ഞാനും പേരും കൂടെ വേണം. ഇവനൊക്കെ എവിടുത്തെ ദുബായിക്കാരൻ. എടാ പയ്യനോട് ഇറങ്ങാൻ പറ. ബൈക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോരെ? എടാ ഒന്ന് വേഗം ഇറങ്ങാൻ പറ. ചേട്ടാ റെഡിയാ, ഇറങ്ങിക്കോ. ചേട്ടാ ഗ്ലാസ് ഒന്നും ഇട്ടാവോ? ചേട്ടാ ഗ്ലാസ് എന്താ ചേട്ടാ? എന്തിനാ ഇറങ്ങാത്തെ? ചേട്ടൻ തന്നെ എന്ന് പറഞ്ഞാൽ മതി. അവനാണ് ഒടുക്കത്തെ ജാടയാ. ആ ചില്ല് പോലും തുറന്നില്ല. എത്ര നേരായി വെയിറ്റ് ചെയ്യുന്നു. ഇവനൊക്കെ എന്താ ഇറങ്ങിയാലും മാങ്ങാത്തൊലി. ടാടാ ഇത് കറക്കം നോക്കൊള്ളാം. എന്റെ വട്ടം വന്ന് ചാടിയേക്കരുത്, മനസ്സിലായല്ലോ?
ശാന്തി ഇതിന് മുഹൂർത്തമൊക്കെ ഉണ്ടോ? അല്ല അറിയാൻ ചേട്ടാ പയ്യനോട് ഇറങ്ങാൻ പറ, മുഹൂർത്താവാറായി. ശാന്തി ചീത്ത വിളിക്കും. സന്ദീപിനോട് ഒന്ന് ഇറങ്ങിക്കോളാൻ പറ, ഇവിടെ എല്ലാം റെഡിയാ. എന്താണ് മോനെ വേഗം ഇറങ്ങും, സമയമായി. എൻ്റെ അച്ഛ ഞാൻ വീട്ടിൽ വെച്ചാൽ പറഞ്ഞാണ് ധൃതി വെക്കരുതെന്ന്. അല്ല അവര് അച്ഛ കല്യാണം ഒറ്റ പ്രാവശ്യം അതെയല്ലേ. നല്ല കാശ് മുടക്കി ഫോട്ടോഗ്രാഫർ ചങ്ങനായി എന്നെ നന്നായിട്ട് എടുക്കാൻ വേണ്ട. അറിയോ സനിച്ചേട്ടാ സിംഗപ്പൂർ നേരിട്ട് ഇങ്ങോട്ടാ വരുന്നത്. പുള്ളി കല്യാണത്തിന് വരാൻ സമ്മതിച്ചാൽ നമ്മുടെ ഭാഗ്യം. പുള്ളി വന്നിട്ടേ ഞാൻ ഇറങ്ങുള്ളൂ. അച്ഛൻ പൊയ്ക്കോ. എന്നാ ശരി മോനെ. സെൽഫി എടു. മോളൊന്ന് മാറിക്കേ ഒന്ന്. അതെ ഒരു ഫോട്ടോഗ്രാഫർ വരാനുണ്ട്, ഇപ്പൊ വരും. സന്തോഷവനായിരിക്കും. ചേട്ടനെ മറ്റേ പുള്ളി തല്ലിയല്ലേ? പക്ഷെ കുഞ്ഞപ്പൻ അറിയത്തില്ല എന്നാത്തിനാണ്. എന്തായാലും കിട്ടി വരണം അന്തസ്സായിട്ട്. പിന്നെയും പുള്ളി ചേട്ടനെ നോക്കി നടക്കുന്നുണ്ട്. ചേട്ടനെ ഈ സാധനം അടിച്ചുകൊണ്ട് ഇതിൻ്റെ അകത്തിരുന്നോ? ആര് വിളിച്ചാലും കഥ തുറക്കണ്ട. ഇനി നീ വിളിച്ച തുറക്കില്ല പിന്നെ. ചേട്ടാ എത്ര നേരമായിട്ടോ ഒന്ന് ഇറങ്ങാൻ പറയാം. എന്ത് പരിപാടിയാണിത്? അല്ല ഇവിടെ 2 ഫോട്ടോഗ്രാഫർമാരുണ്ടല്ലോ, ഒന്ന് നിങ്ങളുടെ ഭാഗത്തുനിന്നും ഒന്ന് ഞങ്ങളുടെ. അയ്യേ അത് ഇതുപോലത്തെ ഫോട്ടോഗ്രാഫർ അല്ല, വലിയ ഫോട്ടോഗ്രാഫറാ. കോട്ടും വേണ്ട അവനൊരു ചേർത്തല്ല ഒരു സാമ്പാർ കല്യാണം. ഇല്ലടാ ഫ്രീയാ, വെറുതെ ഇരിക്കാ. മോനെ സിംഗപ്പൂര് മറ്റേ കണ്ടിട്ടല്ലേ? ഓക്കെ. ചേട്ടാ സമയമായി, ശാന്തി പ്രശ്നമാക്കണുണ്ടേ. അല്ല കുറച്ച് നേരം വെയിറ്റ് ചെയ്യണേ. അല്ല വെറുതെ നോക്കല്ലേ, ആ പരിപാടി ശരിയാവില്ല. ഇത് നീ എന്റെ ഫേസ്ബുക്ക് പേജ് ഫോട്ടോ ലൈക്ക് അടിച്ചോണ്ട് എന്റെ കാല് പിടിച്ചോണ്ട് ഞാൻ വരാൻ സമ്മതിച്ചേ. കുഴപ്പമില്ല ചേട്ടാ, ഒരു കുഴപ്പമില്ല. ചേട്ടൻ കോട്ടിട്ട് ഫോട്ടോ എടുത്തെങ്കിൽ സ്റ്റൈലായാനെ. ഈ വൃത്തിയായിട്ട സെറ്റപ്പിൽ കോട്ട് ഇടണമെങ്കിൽ എക്സ്ട്രാ ചിലവ് വരും. ആണോ? അത് ചേട്ടാ. പിന്നെ ചേട്ടാ അത് അഡ്വാൻസ് ചെയ്ത സമയത്ത് ഒരു കാര്യം മെസ്സേജ് ചെയ്തായിരുന്നു. എന്താ മോനെ? എനിക്ക് ബാക്ക് ഇത്തിരി കൊള്ളാന്ന് കൂട്ടുകാർ പറയുന്നത്. അല്ല കുണ്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണോ? എന്താ മോനെ കല്യാണയെ കുറച്ച് വീട്ടിൽ വെച്ച് വന്നോളൂ. അല്ല പിന്നെ ഓപ്പോസിറ്റ് ഫോട്ടോഗ്രാഫർ ഒന്നും ശല്യം ചെയ്യരുത് കേട്ടോ. ഇല്ല ശല്യം ചെയ്യില്ല. പിന്നെ വീട്ടുകാരും ഇടപെടാനും പാടില്ല. വാ മോനെ. ആ പരിപാടി തുടങ്ങട്ടെ. ആ ചേട്ടനൊന്ന് മാറ്റിയേ. ആ ചേട്ടന്റെ കളർ ശരിയല്ല. ആ മെറൂൺ ഫെലോ. എന്ന് ഉദ്ദേശിച്ച ജയനയാ, മനസ്സിലായില്ലേ? അത് പെണ്ണിന്റെ അമ്മാവനല്ലേ? അല്ല അത് സാരമില്ല. സൽമാൻ ചേട്ടൻ പറഞ്ഞോളൂ കേട്ടോളൂ കേട്ടോ പ്ലീസ്. ആ പയ്യൻ കയറട്ടെ. മഞ്ഞയാണോ? അവൻ യെല്ലോ ഫെലോ. ഒന്ന് മാറ്റി. എന്റെ മോനാ സുമേഷ്, അവനെ മുറച്ചെടുക്കണ പെണ്ണുണ്ട്. മോനിട്ടോടാ. ആ മാലയിൽ നിന്ന് എടാ മനെ ഈ കടിച്ചിറക്കുന്നുണ്ട്. ഇനി ആ ബൊക്കെ മേടിച്ചോ, കയ്യിലേക്ക് കൊടുത്ത് ഒരു ഷെയ്ക്കാനും കൊടുത്ത്. മോതിരം വല്ല കൊടുത്തുണ്ടോ? മോതിരം ഒന്നുമില്ല. അപ്പൊ എല്ലാവർക്കും നടക്കാം പോരെ. ഏതാ ഈ നരപ്പൻ അഹങ്കാരി? ആന്റി വാ. എല്ലാവരും കൂടെ പോകുന്നുണ്ട്. വീട്ടിൽ തടയുന്നു പോരെ. മണ്ടപ്പ സുമാരല്ല. പിന്നെ നമുക്കൊന്ന് ചിരിച്ചുകൊണ്ടിരിക്കാൻ വയ്യ മനുഷ്യ. ഓന്താ എങ്ങനെ ഇരിക്കുള്ളൂ മനുഷ്യനെ കൊണ്ട് പറയിക്കാൻ കല്യാണമായിട്ട്. ആരാണോ വീട്ടിൽ പെറ്റി കിടക്കുന്നത്? മുണ്ടൊന്ന് നേരിട്ട് കസവ് നേരിട്ടോ. എന്നെ നോക്കണ്ട ചേട്ടന്റെ ഫോട്ടോ ആയിരിക്കും ആൽബത്തിൽ ഉപയോഗിക്കുന്നത്.
ഒറ്റ പ്രാവശ്യമാണ് ക്യാമറ ലുക്ക് മതി മതി താനിപ്പോൾ എടുക്കണ്ട സൽമാൻ ചേട്ടൻ എടുക്കും കേട്ടോ ഓക്കെ സഞ്ജു ചേട്ടാ ഇവിടെ ഫോട്ടോ ഫോട്ടോ കിട്ടിയില്ലേ വന്നപ്പോൾ ഭയങ്കര ഷോണല്ലോ പോയി കായനെ പൂച്ചിക്കണോണ്ട് നമുക്ക് തന്നെ വിഷമം വന്നിട്ടേ സാറില്ല ഒട്ടേക്ക് ആരാണെങ്കിലും ഒന്ന് ഇറങ്ങ് ഏത് മറ്റവരാണോ അതിനകത്ത് എന്താ ചേട്ടാ ദക്ഷിണ കൊടുക്കാറായി പത്മാ പറഞ്ഞിട്ട് വിളിച്ചേ വേഗം വരാൻ പറഞ്ഞു ബാല ഊണ് കഴിയോടെ തന്നെ എല്ലാരെയും ബേസേ കയറ്റിക്കൂടാം ഇനി അതിന്റെ പേരിൽ ഒരു താമസം വേണ്ട ആ ചെല്ല് ചെല്ല് നമസ്കാരമുണ്ട് ഞാൻ പെണ്ണിന്റെ വകയിൻ്റെ ഒരു കൊച്ചനാ ചെറുക്കൻ നല്ല മിട്ടുക്കാൻ ചെറുക്കനാണ് ഏതാണ്ട് ചേട്ടനെ പോലെ തന്നെ ഇരിക്കുന്നു ആ എങ്ങനെയാ ചെറുക്കൻ്റെ അച്ഛൻ കല്യാണം കഴിച്ചിട്ട് മതി അല്ലെങ്കിൽ അവൾ അറിഞ്ഞ പ്രശ്നം അങ്ങനെയൊക്കെ ഉണ്ടല്ലേ ഈശ്വര ഒരു വിധി പിന്നെ വളരെ നന്ദിയുണ്ട് കേട്ടോ ഞങ്ങളുടെ പെങ്കൊച്ചിന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടും എന്നെ കെട്ടാൻ തയ്യാറായതില്ലേ അത് വലിയൊരു കാര്യം എന്ത് കാര്യങ്ങള് അല്ല അവളുടെ പല ബന്ധങ്ങളും അറിഞ്ഞിട്ടും ചെറുക്കൻ കെട്ടാൻ തയ്യാറായല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു അറിഞ്ഞിട്ടില്ലേ അല്ല അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാനിപ്പം ചേട്ടനോടൊന്നും പറയാനൊന്നും പോകുന്നില്ല കാരണം എന്താ വെച്ചാൽ ചേട്ടൻ നിഷ്കളക്കം ചേട്ടനല്ലേ അല്ലേ അതുകൊണ്ടാ പിന്നെ കല്യാണം കഴിയുമ്പോൾ എല്ലാം ശരിയായിട്ടുള്ളൂ അത്രേ ഉള്ളൂ അതെ ഇത് നമ്മളായിട്ട് അറിഞ്ഞിട്ട് പുറത്തൊന്നും പറയാൻ നിൽക്കൊന്നും വേണ്ട അപ്പൊ കാണാം നമുക്ക് കല്യാണം കഴിച്ചിട്ട് ആ കാണാതെ പിന്നെ നീ വന്നെ അതെ ഈ പെണ്ണിന് എന്തോ ബന്ധമുണ്ടെന്ന് ഒരാൾ പെണ്ണോടൊന്ന് പറഞ്ഞു ഇന്നലെ വീട്ടിലും വിളിച്ച് ആരോ പറഞ്ഞില്ലേ ഒന്നും ഉണ്ടായിരിക്കും മനുഷ്യ കല്യാണപ്പന്തിൽ വന്നിട്ടാണ് ഈ കൊള്ളരുതായ്മ പറയുന്നത് എൻ്റെ ആങ്ങളെ കല്യാണം കൊണ്ടിന്റെ ക്രിമേഡിയാ നിങ്ങൾക്ക് എന്നാ പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്നാലും എന്തോ ഒരു പന്തികേടും ഉണ്ട് ഏട്ടനെ ഇവിടെ ഉണ്ടല്ലോ ഈ വീട്ടിൽ കെട്ടിച്ചു കൊടുക്കൊണ്ട് ഒരു കാര്യമില്ല സമയത്തിന് മരുന്ന് കൊടുക്കാൻ കൊന്നു വന്നു ചേട്ടൻ ആ കൊടുത്തു കൊടുത്തു അമ്മയ്ക്ക് അവസാനം വേറെ കാരണന്മാരാരെയും സുഗത സുഗതേട്ടാ സുഗത ചേട്ടാ പിന്നെ ദക്ഷിണ ജലജ് വാ അയ്യോ ചേട്ടന് കൊടുത്തിട്ട് മതിയായിരുന്നു ചേട്ടാ വാ ഇടി സമയമില്ല നിക്കേട്ടാ പട്ടാളം അത് മുറുക്കാനല്ല ദക്ഷിണയാണ് അത് ഒരെണ്ണേ ഉള്ളൂ ഇങ്ങോട്ട് കൊണ്ടുവന്നേ ആ മതി മതി ബാക്കിയൊക്കെ സ്റ്റേജിൽ കൊടുക്കാം 5 മിനിറ്റ് സാരി ഒന്ന് ശരിയായിക്കോട്ടെ ഇപ്പോഴാണോ ചെയ്തത് ഇപ്പൊ വിടാം വേഗം ഓ ഇനി ഇയാള് അങ്ങോട്ട് ഉണ്ടാക്കിയാലേ അത് ശരിയാകത്തുള്ളൂ ഒത്തിരി സൈലോട്ട് കൊണ്ടുവരാം കൊണ്ടുവരാം ഇവിടെ പോയി കിടക്കണവൻ അതെ അതെ ഒരു പൊക്കം കുറഞ്ഞ കാണാൻ വർക്കത്തൊന്നുമില്ല എന്റെ കൈക്കാരനാ കുഞ്ഞപ്പൻ കാണാൻ കണ്ടില്ല 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 എവിടെ നിന്ന് വരുന്നത് ചെളി കുത്താൻ പോയില്ലേ ഇല്ല പണിയില്ല ഇതല്ലേ പാൻ്റെ ഇപ്പൊ എങ്ങനെയാ നമസ്കാരമുണ്ടേ ആ ഇവിടുത്തെ ആരെങ്കിലും ആണോ പെണ്ണിന്റെ കൊച്ചനാ എന്നാ അല്ല ഞാൻ ചെറുക്കൻ്റെ വൈകിട്ട് കൊച്ചനാ ആ എന്നാ പറ്റി ഈ പെണ്ണ് വല്ല ചൊവ്വാദോഷമുള്ള കാര്യമുള്ളതാണോ ആർക്കറിയാം ചൊവ്വാദോഷം ഈ സ്വഭാവമുള്ള ചെറുക്കനെ കെട്ടിച്ചു കൊടുക്കുന്നതുകൊണ്ട് ചോദിച്ചാണേ